ഭാഗ്യവാനെ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. 12 കോടിയുടെ പൂജാ ബമ്പർ അടിച്ചത് കരുനാഗപ്പള്ളി സ്വദേശിക്കാണ്. കൊല്ലത്തെ ജയകുമാർ ലോട്ടറീസിൽ നിന്നും ടിക്കറ്റ് എടുത്ത ദിനേശ് കുമാറിനാണ് ബമ്പർ അടിച്ചത്. നമുക്ക് കാണാൻ കഴിയും, ഇനി അദ്ദേഹത്തെ അറിയാൻ കഴിയും, ഇനി അദ്ദേഹത്തെ കേൾക്കാൻ കഴിയും, ഇനി അദ്ദേഹത്തെ നമുക്ക് കണ്ണൻ നായരിലേക്ക് പോകാം. കണ്ണൻ, കഴിഞ്ഞ ദിവസമൊക്കെ വൈകുന്നേരം വരെ നമ്മൾ ഈ സമയത്ത് ഇതേ സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആ ഭാഗ്യവാൻ, ആരാണ് ആ ഭാഗ്യവാൻ എന്നൊക്കെ. ഇന്ന് ഇപ്പോൾ ചിത്രത്തിലേക്ക് വരുമോ ദിനേശ്? പ്രതീക്ഷ അടിച്ചു എന്ന് മാത്രമല്ല, ഭാഗ്യവന്റെ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തും. കളക്ടറേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കളക്ടറേറ്റിന് സമീപത്തുകൂടി അല്പസമയത്തിനുള്ളിൽ ജയകുമാർ ലോട്ടറീസിലേക്ക് എത്തും. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയുള്ള, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ. 6,18,00,000 രൂപയാണ് ടിക്കറ്റ് സമ്മാന തുകയായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുക. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏജൻസി വ്യവസ്ഥയിലാണ് ഇവിടെ ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ 1 കോടിയിൽ പരം രൂപ ഏജൻസി കമ്മീഷൻ വ്യവസ്ഥയായിട്ടുള്ള തുകയും ലഭിക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ദിനേശ് കുമാർ എന്ന് പറയുന്നത് ഏജന്റാണ് എന്നാണ് കരുതിയത്. കാര്യം ഇവിടെയുള്ള ആൾക്കാരൊക്കെ അത് ഏജൻസി വ്യവസ്ഥയിൽ ടിക്കറ്റ് എടുത്തു എന്ന് കരുതിയതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഏജൻസി വ്യവസ്ഥയിൽ 10 ടിക്കറ്റ് എടുത്തു. കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ ഒരു പെങ്ങളുടെ കല്യാണമായിരുന്നു. ആ കല്യാണമായതുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിന് ഇവിടേക്ക് എത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ചെണ്ടമേളങ്ങളുടെയൊക്കെ തന്നെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തി. ചേട്ടാ എവിടെ എത്തി? നമ്മുടേതാ ഈ വളവിലെത്തി അദ്ദേഹം പറയുന്നത്. ഒരു ഇന്നോവ ക്രിസ്റ്റോക്കാർ KL 23U ബാക്കി നമ്പർ പറഞ്ഞത് എനിക്ക് കിട്ടിയില്ല. അതായത് ഇന്നോവ ക്രിസ്റ്റയ്ക്കകത്ത് ഭാഗ്യശാലി വരുന്നുണ്ട്. KL 29 കരുനാഗപ്പള്ളി രജിസ്ട്രേഷനാണ്. കരുനാഗപ്പള്ളി രജിസ്ട്രേഷനുള്ള വണ്ടിയിലാണ് അദ്ദേഹം വരുന്നത്. തൊട്ടപ്പുറത്തെ വളവിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ്. അത് എന്താ ജോലി എന്നെല്ലാം പറഞ്ഞിരുന്നു? അദ്ദേഹം ഫൈനാൻസറാണെന്ന് തോന്നുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. അദ്ദേഹം കരുനാഗപ്പള്ളി സ്വദേശിയാണ് എന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ എന്താണ് ജോലിയെ സംബന്ധിച്ചൊന്നും കൃത്യമായി അറിയില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതനുസരിച്ച് കൃത്യമായി ഈ ബമ്പറുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ചുങ്കത്ത് പ്രിൻസ് ജൂവലറിൽ ജോലി ചെയ്തിരുന്ന ഒരു 6 പേർക്ക് ഒരുമിച്ച് സമ്മാനം അടിച്ചിരുന്നു. ആ സമ്മാനം അടിച്ച സമയത്ത് ആ സമ്മാന ടിക്കറ്റിന്റെ തൊട്ടടുത്ത നമ്പറായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. അങ്ങനെ പെട്ടെന്ന് വളരെ ചെറിയ ഒരു ഇന്നോവ വന്നിട്ടുണ്ട്. അതെ, എത്തിയോ കണ്ണൻ? എത്തിയോ കോടിപതി എത്തിയോ? ആ വണ്ടിയിലെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെയും സമാനമായ രീതിയിൽ ബമ്പർ ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ദിനേശ് കുമാർ. കരുനാഗപ്പള്ളി സ്വദേശിയാണ്. ആ ബമ്പർ ടിക്കറ്റുകൾ എടുത്ത് നേരത്തെ അല്പസമയത്തിനുള്ളിൽ ആ ഭാഗ്യശാലി ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഒരു ഇന്നോവ KL 23, അതായത് കരുനാഗപ്പള്ളി രജിസ്ട്രേഷനുള്ള ഒരു ഇന്നോവ വണ്ടിയിൽ അദ്ദേഹം എത്തുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഇവിടേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ കളക്ടറേറ്റ് സമീപത്തേക്ക് എത്തിയെന്നുള്ള വിവരമാണ് അറിയിച്ചത്. ഇപ്പോൾ എന്തായാലും ഇവിടേക്ക് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു 2 സിഗ്നൽ കടന്നു വേണം ഇവിടേക്ക് എത്താൻ. ഒരു വാഹനം കടന്ന് വരുന്നുണ്ട്. ഒരു വാഹനം കടന്നു വരുന്നുണ്ട്. ഷാനവാസ അല്ല, അതും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തുള്ള തന്നെ ആ ഭാഗ്യശാലിയായിട്ടുള്ള വ്യക്തി ഇവിടേക്ക് എത്തും. KL 23U 64 അതെ ആ വാഹനം തന്നെയാണ്. ആ വാഹനത്തിലാണ് ഭാഗ്യശാലിയായിട്ടുള്ള വ്യക്തി വരുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ആ ഇന്നോവ ക്രിസ്റ്റയ്ക്കകത്താണ് ഭാഗ്യശാലിയായിട്ടുള്ള ദിനേശ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇവിടേക്ക് എത്തുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ആരവവും ആവേശവും വാരി വിതറിക്കൊണ്ടാണ് ഭാഗ്യശാലി ഇപ്പോൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. കേരളം കാത്തിരുന്ന വ്യക്തിയാണ്. ആരായിരുന്നു ആ ഭാഗ്യവാൻ? 12 കോടിയുടെ ഭാഗ്യവാൻ ആരായിരുന്നു? കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള ദിനേശ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ആണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇതാണ് ദിനേശ്, ഇതാണ് പൂജാ ബമ്പർ നേടിയ കരുനാഗപ്പള്ളി. എവിടെ നാടാണ്? കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയാണല്ലേ? ഇതാണ് എന്നോടൊപ്പം ഉള്ളതാണ് ഭാഗ്യശാലിയായിട്ടുള്ള ദിനേശ്. നേരത്തെ ടിക്കറ്റ് എടുക്കാറുണ്ടായിരുന്നോ? ഭാഗ്യശാലി പ്രതീക്ഷ ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഈ ലോറി എടുക്കാൻ വേണ്ടി വണ്ടി ഫാമിലി
പ്രജീഷ് ഭാഗ്യശാലിയെ കണ്ട 6 കോടി 18 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ടിക്കറ്റ് സമ്മാന തുകയായിട്ടുള്ള തുക ലഭിക്കും. അദ്ദേഹം ഏജൻസി വ്യവസ്ഥയിലാണ് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏതാണ്ട് 1 കോടിയോളം രൂപ സമ്മാന തുകയായിട്ട്, അതായത് ഏജൻസി വ്യവസ്ഥയിലുള്ള കമ്മീഷൻ തുക കൂടി ലഭിക്കും. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ജയകുമാർ ലോട്ടറീസിന്റെ ഉടമകളായിട്ടുള്ള ജയകുമാർ അതുപോലെ തന്നെ വിജയകുമാർ അവർ രണ്ടുപേരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഭാര്യയും 2 മക്കളുമായിട്ടാണ് അദ്ദേഹം സമ്മാനം തുക നേടാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ ഭാഗ്യശാലിയാണ് നമ്മൾ കാണുന്നത്. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിയായിട്ടുള്ള ദിനേശ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ തവണത്തെ പൂജാ ബമ്പർ നേടിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ജയകുമാർ ലോട്ടറീസിലേക്ക് എത്തിയിരിക്കുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഭാഗ്യശാലിക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഇന്നലെ തന്നെ അറിഞ്ഞായിരുന്നു, പ്രൈസ് ഇന്നലെ തന്നെ അറിഞ്ഞായിരുന്നു. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വിഭാഗം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് പോയിരുന്നത്. കേട്ടില്ല. ലോട്ടറി ഞാൻ ബമ്പർ സ്ഥിരമായിട്ട് ചെറിയ ടിക്കറ്റുകളൊന്നും എടുക്കാറില്ല. അല്ല ഇവിടുന്ന് ആദ്യമായിട്ട് എടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇത്രയും ലോങ് വന്ന് ഇവിടുന്ന് ആദ്യമായിട്ട്. ഞാൻ സാധാരണ DC ഇട്ട് ബുക്കാച്ചി എടുക്കുന്നത്. 10 ടിക്കറ്റ് ചേട്ടാ. അന്നേരം നമുക്ക് ഇച്ചിരി റേറ്റ് കുറച്ച് കിട്ടും. എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഓരോന്നോരോന്ന് കൊടുക്കാം. 10 ടിക്കറ്റ്. ഇവിടുന്ന് മാത്രമേ എടുത്തു. ഇത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അടിക്കുമെന്നുണ്ടായിരുന്നു. അറിഞ്ഞത് ഇന്നലെ ഈ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മൊബൈലിൽ തന്നെ നമുക്കത് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്തിൻ്റെ മോടെ കല്യാണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. നേരത്തെ 50,000 10,000 അങ്ങനെയുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ. ബമ്പർ നേരത്തെ ഒരു കരുനാപ്പള്ളി ചുങ്കത്തിയൂരിലെ അവിടുത്തെ സ്റ്റാഫിന് അടിച്ച എന്റെ തൊട്ടടുത്ത നമ്പർ 2019 നമ്മുടെ 12 കോടി രൂപ അതിന്റെ തൊട്ടടുത്ത നമ്പറിൽ അതെ ശ്രീമുരുക ലക്കി സെന്ററിൽ നടന്നു ആ ടിക്കറ്റ് എടുത്തു. നാട്ടിലാരും ആരും അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കല്യാണമായിരുന്നു. അന്നേരം ഇതിനെക്കാട്ടും എനിക്ക് അതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അല്ല അവരോട് ഒന്നും ഞാൻ പറയാതെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാര്യയും മക്കളൊക്കെ ഇപ്പോഴാണ് ഇന്ന് രാവിലെയാണ് അവരോട് പറഞ്ഞത്. ഒരുപാട് സന്തോഷം. രശ്മി മോൻ ധീരജ്, മോള് ധീരജ. എന്താ പറയാനുള്ള ഭർത്താവിന്റെ ഈ ഒരു ഭാഗ്യത്തിന്? ഒരുപാട് നാളുകൊണ്ട് ലോട്ടറി എടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്പർ മിസ്സായി പോകുന്നത് അന്നേരം ഭയങ്കര വിഷമമായിരുന്നു ആളിന്. പിന്നെ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ല. ഇന്നലെ രാത്രി ഉറങ്ങിയതുമില്ല ആള്. പറഞ്ഞില്ല. ഇന്ന് രാവിലെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുക്കേണ്ടോണ്ടാണ് പറയാം. നമ്മുടെ സുഹൃത്തിന്റെ കല്യാണമായിരുന്നു. അതിന്റെ എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു നോക്കുന്നേരം. അത് കഴിഞ്ഞിട്ട് ജയകുമാറാണല്ലോ പ്രിഫർ ചെയ്തത്. എന്താ കാര്യം? എന്താ ജയകുമാർ ലോട്ടറീസ് ആണല്ലോ. ഞാൻ ഈ കൊല്ലത്ത് വന്ന് ടിക്കറ്റ് എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ കരുനാഗപ്പള്ളി ഇതേപോലെ ഇതിന് ജയകുമാറിന്റെ നേരത്തെ ജനാർദ്ദൻ നായർ അതിന്റെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അന്നേരം അതിൽ എനിക്ക് തോന്നിയ പ്രൈസുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രൈസുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഇത് എടുത്തതാണ്. ആദ്യമായിട്ടാണ് ഇത്ര ലോങ്ങിലേക്ക് വന്ന് ടിക്കറ്റ് എടുക്കുന്നത്. എനിക്ക് ഫാമൊക്കെ ഞാൻ നടത്തുകയാണ്, ചെറിയ ബിസിനസ്. ഭാവിയിൽ ഇതിപ്പം ഒരു കുറച്ച് നാളത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഭാവിയിൽ ബാങ്ക് കൊടുക്കുന്നത് എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫെഡറൽ ബാങ്കാണ്. നമുക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ അവരാണ് തന്നിട്ടുള്ളത്. എൻ്റെ 2,90,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് അവർ തന്നെയാണ് തന്നിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടൊന്നുമല്ല. അന്നേരം നമുക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യുമ്പം തീർച്ചയായും കൊണ്ട് എനിക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് വേണമെങ്കിൽ ഇപ്പം ലോട്ടറി വേണമെങ്കിൽ ആ ബാങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ ചേട്ടന് ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവണമെന്ന് ചൊല്ലിയാണ് ഇത്ര ലോങ് വന്നത്. ആ ബാങ്കിൽ അറിയിച്ച് ബാങ്കുകാർ നമ്മൾ കൊടുത്തത്. ബാങ്കുകാർ മോനെ എന്താണ്ട് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ
മോന്റെ പേരെന്താ? ഇന്നാണ് രാവിലെയാണോ അറിഞ്ഞേ? സന്തോഷമായോ? രാവിലെ ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞേ. അതിന് കാര്യം ഞാൻ അവര് വെച്ച് കല്യാണം വേണ്ട പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ഒരു രഹസ്യമാണല്ലോ ദിനേശേ. അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലേ വിവാഹം ഭയങ്കര ഇതായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തിന്റെ ആയിരുന്നു, നമ്മളായിട്ടായിരുന്നു നടത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് മോളെന്താ പറയുന്നത്? 6ാം ക്ലാസ്. പേരെന്താ? നീരജ. അച്ഛന് ലോട്ടറി അടിച്ചത് എപ്പോഴാ അച്ഛൻ പറഞ്ഞത്? രാവിലെ. ഇന്ന് രാവിലെയാണോ പറഞ്ഞത്? സന്തോഷമായോ? എന്ത് വേണം? പറഞ്ഞോ ആരോടെങ്കിലും ഒക്കെ? ഇല്ല, ആരോടും പറഞ്ഞില്ലല്ലേ? സ്കൂളിൽ പോയില്ല. പോയില്ല. ടിക്കറ്റ് കയ്യിലുണ്ടോ? ഒന്ന് കാണിക്കാം. ഒന്ന് വായിട്ട് ആ സമ്മാനം ലഭിച്ച ടിക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പ്രതീക്ഷ അതെ ഇതാണ് ഈ സമ്മാനം ലഭിച്ച ടിക്കറ്റ്. അതെ ജേസി 12 കോടിയുടെ ഭാഗ്യം എത്തിച്ച ഇതാണ് DC